ISL-ൽ തീരുമാനമാകാതെ സൂപ്പർ കപ്പിനിൽ നിന്ന് ക്ലബ്ബുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ നിലപാട് അറിയിച്ചു. 2-3 മത്സരങ്ങൾക്കായി താരങ്ങളെ സജ്ജരാക്കുന്നതിന് ഭീമമായ ചെലവ് വരുമെന്നാണ് ക്ലബ്ബുകളുടെ നിലപാട്. മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് ദീർഘനാളത്തേക്ക് വേണമെന്നാണ് ക്ലബ്ബുകളുടെ ആവശ്യം. മഹേഷ് പോലൂർ വിശദാംശങ്ങൾ നൽകും. മഹേഷ്, ഈ വിഷയം ഒരു പരിഹാരമാകാതെ നീണ്ടുപോകുമ്പോൾ ക്ലബ്ബുകളുടെ നിലപാട് എന്താണ്? സൈഫുദ്ദീൻ, ISL-ൽ ഒരു തീരുമാനമാകാതെ അല്ലെങ്കിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തവണ ISL തന്നെ ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പോയിരുന്നത്. അതിനിടയിലാണ് ഒരു ആശ്വാസം എന്നോണം സൂപ്പർ കപ്പ് നടത്താൻ ഒരു പ്രാഥമിക ധാരണ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തത്. അതിനായി വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്നുള്ള ഒരു ധാരണ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ISL ക്ലബ്ബുകൾ അതിനോട് പൂർണ്ണമായി എതിർപ്പ് പറയുകയാണ്. കാരണം സൂപ്പർ കപ്പിനായി താരങ്ങളെ ഒരുക്കണമെങ്കിൽ വലിയ ചെലവുണ്ട്, ഭീമമായ ചെലവുണ്ട്. പ്രത്യേകിച്ച് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് പോയ സാഹചര്യമുണ്ട്. അപ്പോൾ അവരെയൊക്കെ പല താരങ്ങളെയും തിരികെ വിളിച്ചു കൊണ്ടുവന്ന് പരിശീലനം ഉൾപ്പെടെ നടത്തണം. മാത്രമല്ല, ഈ സൂപ്പർ കപ്പിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത് നോക്കൌട്ട് രീതിയിലാണ്. അതൊരു ലീഗ് സ്വഭാവത്തിലുള്ള മത്സരം പോലുമല്ല. അതായത് ഒരു ടീമിന് പരമാവധി ലഭിക്കുക 3-4 മത്സരങ്ങൾ മാത്രമാണ്, ഫൈനൽ ഉൾപ്പെടെ. അതും എല്ലാ ടീമിനും ലഭിക്കണമെന്നില്ല, 2 ടീമുകൾക്ക് മാത്രമാകും അങ്ങനെ പരമാവധി മത്സരങ്ങൾ ലഭിക്കുക. അപ്പോൾ ഇത്രയും ചെറിയൊരു ടൂർണമെന്റിന് വേണ്ടി ഈ താരങ്ങളെ സജ്ജരാക്കുക എന്ന് പറയുന്നത് ഈ സമയത്ത് ക്ലബ്ബുകളെ സംബന്ധിച്ച് അത് വലിയ ചെലവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് ISL-ന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ സൂപ്പർ കപ്പിനില്ല എന്നുള്ള കടുത്ത നിലപാടിനാണ് ക്ലബ്ബുകൾ ഉള്ളത്. മാത്രമല്ല, മാസ്റ്റർ റൈറ്റ്സ് എഗ്രിമെന്റ് അത് ഡിസംബറിൽ തീരുകയാണ് സൈഫുദ്ദീൻ. അതായത് 2010 മുതലുള്ള ഒരു FSGL-ഉം അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തമ്മിലുള്ള ഒരു കരാറാണ്. ആ കരാറ് ഡിസംബറിൽ തീരുകയാണ്. അതിൽ ഒപ്പുവെക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് സുപ്രീം കോടതിയുടെ വിധി വന്നാൽ മാത്രമാണ് അതിൽ ഇനി ഒരു പുതിയ കരാർ ഉണ്ടാക്കുന്നതിൽ ഒപ്പുവെക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അതും അനന്തമായി നീളുകയാണ്. അപ്പോൾ ഇനി 1 വർഷത്തേക്കുള്ള കരാറോ 2 വർഷത്തേക്കുള്ള കരാറോ അല്ല, ചുരുങ്ങിയത് ഒരു 10 വർഷത്തേക്കുള്ള കരാറെങ്കിലും ഉണ്ടെങ്കിലേ ISL-ൽ പോലും സഹകരിക്കൂ എന്ന നിലപാടിലേക്കാണ് ക്ലബ്ബുകൾ എത്തുന്നത്. അപ്പോൾ അനിശ്ചിതത്വം ഒന്നുകൂടി കടുക്കുകയാണ്. ആശ്വാസം എന്നോണം എത്തിയ സൂപ്പർ കപ്പും നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.